السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ജഗനീയന്താവായ തമ്പുരാൻ നമ്മൾ പഠിക്കുന്ന ഇൽമുകളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ മണ്ണറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തനം ചെയ്യട്ടെ. എല്ലാ ഖൈറിൻ്റെ വദായനങ്ങളും അല്ലാഹു തആല നമ്മൾക്ക് മുന്നേ തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അശുദ്ധിയുടെ കാരണങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു, വിശദീകരിച്ചു, നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കുളിയെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഫസ്ലുൻ, ഇതൊരു ഫസ്ലാകുന്നു. ഫിൽ ഹുസ്ലി, കുളിയെ കുറിച്ച് പറയുന്ന ഒരു ഫസ്ലാണ്. മുജിബുഹു, ആ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാകുന്നത് എന്താണ്? ദുഖൂലു ഹഷ്ഫത്തിൻ, ഹഷ്ഫ പ്രവേശിക്കലാണ്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ പറയണത്. ഹഷ്ഫ പ്രവേശിച്ചാൽ എന്തായി? കുളി നിർബന്ധമാകും. എവിടെ? ഫി ഫർജിൻ, മുൻദ്വാരത്തിൽ. ഈ ഹഷ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ആണുങ്ങളുടെ ഈ ഗുഹ്യഭാഗത്തിൻ്റെ അതിൻ്റെ അഗ്രഭാഗമില്ലേ, അതിന് പറയണ മോതിരക്കണ്ണി എന്നൊക്കെ പറയും. ആ ഭാഗം അത് പ്രവേശിച്ചാൽ എന്ത് ചെയ്യും? എന്താണ്? കുളി നിർബന്ധമാകും എന്നാണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ. പിന്നെ പറയാനുള്ളത് എന്താണ്? എവിടെയാണ് ഇത് പ്രവേശിക്കുക? ഫി ഫർജിൻ, ഫർജിൽ, മനസ്സിലായോ? ഫർജിൽ, ഗുഹ്യ സ്ഥാനത്തിൽ ഹഷ്ഫ പ്രവേശിച്ചാൽ കുളി എന്തായി? നിർബന്ധമായി. അത് വലൗലി ബഹീമത്തിൻ, അത് മൃഗത്തിൻ്റെതാണെങ്കിലും ശരി. തിരിഞ്ഞില്ലേ? വലൗലി ബഹീമത്തിൻ, അത് മൃഗത്തിൻ്റെതാണെങ്കിലും ശരി. മൃഗത്തിൻ്റെ യോനിയിലാണെങ്കിലും ശരി. അങ്ങനെ, മനുഷ്യൻ്റെ മാത്രമല്ല. പിന്നെ വഖുറൂജു മനിയിൻ അല്ലേ? മനിയ് എന്ത് ചെയ്യുക? പുറപ്പെടുക. മനിയ് പുറപ്പെട്ടാലും എന്തായി? കുളി നിർബന്ധമാകും. വമൗത്തു, മരിക്കൽ കൊണ്ടും കുളി നിർബന്ധമാണ്. വൈരി ഷഹീദിൻ, ഷഹീദല്ലാത്തവൻ്റെ മരണം. എന്താണ് ഷഹീദ് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്യുക? യുദ്ധത്തിൻ്റെ രണാങ്കണങ്ങളിൽ ശത്രുഭടന്മാരുമായിട്ട് അടരാടി അതിൽ നിന്നും മരണപ്പെട്ടു പോവുക. അവരുടെ അക്രമങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ടു പോവുക. അവർക്ക് എന്ത് ചെയ്യും? അങ്ങനെ ഷഹീദായ മൗത്തുള്ളവർ കുളി എന്തില്ല? അവരെ കുളിപ്പിക്കണം എന്നില്ല. കാരണം
അവർ നാളെ പരലോകത്ത് പടച്ച റബ്ബിൻ്റെ അടുത്ത് അവരെന്ത് ചെയ്യണം? ആ രക്തസാക്ഷികളായിട്ട് അവർ കടന്നു വരണം. അപ്പോഴാണ് നാളെ മഹ്ശറിൽ ഞാൻ നിൻ്റെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു, അങ്ങനെ ഷഹീദായവനാണ്, അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ചവനാണ് എന്ന് പറയാനും ആ ചോരയുടെ കറയടയാളവുമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് ഹാജറാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരിഞ്ഞില്ലേ? അതുകൊണ്ട് ഷഹീദല്ലാത്തവൻ്റെ മരണം കേട്ടോ, ഷഹീദിൻ്റെ മരണമല്ല, ഷഹീദല്ലാത്തവൻ്റെ മരണം. അടുത്തത് വൻഖിത്താഅ്, മുറിയൽ കൊണ്ടും. മുറിയലാണ് എന്ത്? ഹൈള് രക്തം. ഈ ഹൈള് രക്തം ഒരു ദിവസം വരുന്നവരുണ്ട്, 6-7 ദിവസം വരുന്നവരുണ്ട്, 15 ദിവസം വരുന്നവരുണ്ട്. ആർത്തവം നിൽക്കാത്ത മെൻസസ്, മനസ്സിലായ? ആർത്തവം നിൽക്കുക, മെൻസസ് നിന്നാലേ എന്ത് ചെയ്യുള്ളൂ? ജിമാ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും നിസ്കരിക്കാനൊക്കെ പാടുള്ളൂ. തിന്നില്ലേ? അപ്പം അത് നിൽക്കുക. അത് നിന്ന് കഴിഞ്ഞാൽ എന്തായി? കുളി നിർബന്ധമായി. പിന്നെ നിഫാസ് രക്തം. എന്താ നിഫാസ് രക്തം? പ്രസവ രക്തമുറിയ. തിന്ന ഈ എന്താ പറയുക, പ്രസവ രക്തം കുറഞ്ഞാൽ എത്ര? 1 സെക്കൻഡാ. അത് 40 ദിവസം വരെ അധികരിച്ചാൽ അത് 40 ദിവസം വരെ എന്ത് ചെയ്യാം? അത് തുടരാം എന്നാണ് അതിൻ്റെ ഇത്. പ്രസവരക്തം മുറിഞ്ഞാലും കുളി എന്ത് ചെയ്യും? നിർബന്ധമാകും. കുറഞ്ഞാൽ 1 സെക്കൻഡ്, അധികരിച്ച് 60 ദിവസം വരെയൊക്കെ പോവാം. പിന്നെ വിലാദത്തുൻ, എന്താണ്? പ്രസവം കൊണ്ടും കുളി നിർബന്ധമാകും. പ്രസവം കൊണ്ടും എന്ത് ചെയ്യും? കുളി നിർബന്ധമാകും. അത് വലൗ ബിലാ ബലലിൻ, ആ കുഞ്ഞില്ലേ, അത് നനവ് കൂടാതെ ഒരു ഉണക്കക്കട്ടി കുട്ടിയാണ് വന്നത്, എന്നാലും ശരി എന്ത് ചെയ്യും? കുളി നിർബന്ധമാകും. ഈ പ്രസവിക്കുമ്പോൾ എന്തോ ഒരു രക്തത്തിൻ്റെ ഇതൊക്കെ വരുമല്ലോ, എന്തൊക്കെ വെള്ളം, പല ജാതി ദ്രാവങ്ങളൊക്കെ വരും. അപ്പോൾ അതെന്ത് ചെയ്യരുത്? അതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുളിപ്പിക്കണ്ടെന്ന് വിചാരിക്കരുത്. കുളി നിർബന്ധമാണ്. ഓക്കെ. അല്ലാഹു തആല നമ്മൾ പഠിച്ച അറിവുകളൊക്കെ മനസ്സിലാക്കാനും അതനുസൃതം ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അത് നിദാനമായി ആഖിറത്തിൽ വിജയിക്കാനും അത് കാരണമായി നമ്മുടെ ഖൽബ് പ്രകാശിക്കാനും അല്ലാഹു തആല ആ അറിവ് കാരണമായി വിനയത്തോടെ, സൗമ്യതയോടെ, ശാന്തതയോടെ നല്ലൊരു ജീവിതം നയിച്ച് നല്ല അമാലുകളൊക്കെ ചെയ്ത് ജീവിച്ച് നാളെ പടച്ച റബ്ബിൻ്റെ പാരത്രികമാകുന്ന അനന്തമായ ലോകത്ത് ശാശ്വതമായ വിജയം നേടാൻ അല്ലാഹു തആല അനുഗ്രഹിച്ച അവൻ്റെ സ്വലാഹിയത്തിൻ്റെ അടിമകളിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.